ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തിരുവചനാഗ്നി എന്ന ദൈവവചന ശുശ്രൂഷയ്ക്ക് എല്ലാവരെയും കർത്താനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യമാണ് നാം വായിക്കുന്നത്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോരഥം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്നാണ് ദൈവവചനം നമ്മൾ വായിക്കുന്നത്. ദാവീദിൻ്റെ 3 ആഗ്രഹങ്ങളാണ് നമ്മൾ ദൈവത്തിനോട് ദാവീദ് ആവശ്യപ്പെടുന്നത്. 3 ആഗ്രഹമാണ്. ഒന്നാമത്തെ ആഗ്രഹം നമുക്ക് കാണാനായിട്ട് കഴിയും, യഹോവയുടെ മനോഹരത്വം കാണുക എന്നുള്ളതാണ് ദാവീദിൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. ദൈവത്തിൻ്റെ മനോഹരത്വം ഒന്ന് കാണുക എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ 7 പൊൻനിലകൾക്കിടയിൽ നിലങ്കീകരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്നാണ് ദാവീദിൻ്റെ ആഗ്രഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. നിലങ്കീകരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്നാണ് ദാവീദിൻ്റെ ആഗ്രഹം എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ ആഗ്രഹം അതാണ്. നിലങ്കീകരിച്ച മാറത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവ് യേശു, അവൻ്റെ മനോഹരത്വം. അവൻ്റെ താഴത്തേക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെയാണ്, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോലം വെള്ളയും, അവൻ്റെ നാവ് അഗ്നിജാലയ്ക്കൊത്തതും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളമൊടുന്ന സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചു പോലെയും ആകുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ആ മനോഹരത്തെ ഒന്ന് കാണുവാൻ, യേശുക്രിസ്തുവിൻ്റെ ആ മനോഹരം ഒന്ന് കാണുവാനാണ് ദാവീദ് ആഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ആഗ്രഹവും അതിനെയാണ് യഹോവയുടെ മനോഹരത്വം എന്ന് കാണണമെന്നുള്ളതാണ്. ദാവീദിൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആഗ്രഹം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്താണ് രണ്ടാമത്തെ ആഗ്രഹം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, രണ്ടാമത്തെ ആഗ്രഹം അവനെ കണ്ടാൽ പോരാം, കണ്ടുകൊണ്ട് ആരാധിക്കണം എന്നുള്ളതാണ് ദാവീദിൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. ഒന്ന് കാണണമെന്നുള്ളതാണ്, കണ്ടുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്നതല്ല ദാവീദ്. രണ്ടാമത്തെ ആഗ്രഹം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കണം എന്നുള്ളതാണ് ദാവീദിൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ആരാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ആരാണ് അവൻ്റെ കൂടെ അവനോട് ചേർന്ന് നിന്ന് ആരാധിക്കുന്നത്? വെളിപാട് പുസ്തകം നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഈ വെള്ളം നിലയെങ്കിരിക്കുന്ന ആർ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, ഒരു യേശുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിച്ച ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അവരെ രാപകൽ ആരാധിക്കുന്നതെന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവിധലിന് മാത്രമേ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, അവനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് കാണണം, കണ്ടുകൊണ്ട് ആശ തീരില്ല, കണ്ടുകൊണ്ട് ആരാധിക്കണമെന്നാണ് ദാവീദിൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. അവൻ്റെ മൂന്നാമത്തെ ആഗ്രഹം, കണ്ടുകൊണ്ട് ആരാധിച്ചാൽ പോരാ, നിത്യം അവൻ്റെ ആലയത്തിൽ പാർത്ത് അവനെ കണ്ടുകൊണ്ട് ആരാധിക്കണമെന്നാണ് ദാവീദിൻ്റെ മൂന്നാമത്തെ ആഗ്രഹം. ആരാണ് നിത്യം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവൻ്റെ അടുക്കൽ പാർത്ത് ആരാധിക്കണമെന്ന് വെച്ചാൽ അത് ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ലെന്ന് നമുക്കറിയാം. നിത്യത ഈ ഭൂമിയിലല്ലെന്നും ഇവിടെ എല്ലാവരും മരിക്കുമെന്നും ഇവിടുന്ന് മാറ്റപ്പെടേണ്ടി വരുമെന്നും നമുക്കറിയാം. ആരാണ് നിത്യത? എവിടെയാണ് നിത്യത? സ്വർഗത്തിലാണെന്ന് നമുക്കറിയാം. ദാവീദിൻ്റെ ആഗ്രഹം ചുരുക്കി പറഞ്ഞാൽ, അവനോട് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ തുടങ്ങും, ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുമ്പോൾ, ആ 3 കാര്യങ്ങൾ ഒന്നിച്ചു ചേർക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സ്വർഗമാണെന്നും സ്വർഗത്തിലാണ് നടക്കുന്നതെന്നും ദാവീദിൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ പോയി ദൈവത്തോടു കൂടി വസിക്കുക എന്നുള്ളതാണെന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദാവീദിൻ്റെ ആഗ്രഹം 3 ആഗ്രഹവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഒറ്റ ആഗ്രഹമാണ്, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, സ്വർഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. അപ്പോൾ ദാവീദിൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകാൻ. അപ്പോൾ ആരാണ് സ്വർഗത്തിൽ പോകാൻ? ആഗ്രഹമാണ് ദാവീദിൻ്റെ സ്വർഗത്തിൽ പോകണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, ആരാണ് സ്വർഗത്തിൽ പോവുക? ആഗ്രഹമുണ്ടായ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ആഗ്രഹം കൊണ്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. അതിന് ചില ഒരുക്കങ്ങൾ നമുക്കിവിടെ വേണമെന്ന് കാണാനായിട്ട് കഴിയും. നമ്മുടെ മക്കളൊക്കെ വിദേശത്തുണ്ട്, ഒരുപാട് പേരുടെ മക്കൾ വിദേശത്താണ്. അവർക്കൊക്കെ ഇങ്ങനെ മക്കളുടെ അടുത്ത് പോകുന്നതിനും ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. അവർ അവിടെ പോകണമെങ്കിൽ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് മേഖലയുണ്ട്. ആദ്യമായി നമുക്കറിയാം, ഒരു പാസ്പോർട്ട് ഇല്ലാതെ ഒരാൾക്കും ഈ ഇന്ത്യ വിട്ട് വെളിയിൽ പോകാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആലുവയിലാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ്. ആലുവയിൽ ചെന്നുവെച്ച് ഒരു പാസ്പോർട്ട് താ എന്ന് പറഞ്ഞാൽ അവർ പാസ്പോർട്ട് തരില്ല എന്ന് നമുക്കറിയാം. കാരണം അവർ തരാൻ പറ്റത്തില്ല. അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, പാസ്പോർട്ടിൻ്റെ ആവശ്യമായ രേഖകൾ ചോദിക്കും. ഈ രേഖകളെല്ലാം കറക്റ്റാണെങ്കിൽ, കൃത്യമാണെങ്കിൽ മാത്രമേ അവിടുന്ന് പാസ്പോർട്ട് നമുക്ക് തരികയുള്ളൂ. അങ്ങനെ പാസ്പോർട്ടിൽ കൊടുത്ത രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ പോലും ഒരു പോലീസുകാരനെ നമ്മുടെ ഭവനത്തിലേക്ക് അയച്ച്
കർത്താവ് ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ചോദിച്ച് അവർ കർത്താവ് നേരെയാണ് നടക്കുന്നത്, അവർ കള്ളനാണോ, കള്ളക്കാരനാണോ, പിടിച്ചോർക്കാരനാണോ, ഒരു കേസുണ്ടോ എന്നുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ആ പോലീസുകാരൻ്റെ റിപ്പോർട്ട് അവിടെ ചെന്നതിന് ശേഷം ആ റിപ്പോർട്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമുക്കൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു പാസ്പോർട്ട് കിട്ടാൻ നമുക്ക് അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ചുമ്മാ ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചാൽ പോകാൻ കഴിയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കഴിയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതിനാണ് ഈ ചോദ്യം, ആരാണ് സ്വർഗത്തിൽ പോവുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ ഇന്ന് അലട്ടുന്നത്. സ്വർഗത്തിൽ ആര് പോകും? ഇതാണ് നമ്മുടെ ചോദ്യം. എല്ലാവർക്കും ആഗ്രഹിക്കുന്നവർ പോകാൻ കഴിയില്ല, ഒരുക്കമുള്ളവർക്കേ പോകുകയുള്ളൂ. അപ്പോൾ ആരാണ് സ്വർഗത്തിൽ പോകും എന്നുള്ള കർത്താവ് 3 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോടത്ത് ചോദിക്കാനായിട്ടായിരിക്കുന്നത്. 3 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. 3 ആഗ്രഹങ്ങളാണ്. 1 അതിന് മനോരഥം കാണണം, 2 മന്ദിരത്തിൽ ധ്യാനിക്കണം, 3 ആയുഷ്കാലം മുഴുവൻ ഇവിടുത്തെ ആലയത്തിൽ പാർക്കണം, സ്വർഗത്തിൽ പാർക്കണമെന്ന്. അതിനാണ് ഈ 3 ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. ആ ചോദ്യം എങ്ങനെയാണ്? യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കുമെന്നാണ്. യഹോവയുടെ പർവ്വതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവ വസിക്കുന്ന സ്ഥലമാണ്, സ്വർഗമാണ്. അതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. യഹോവയുടെ കൂടെ കർത്താവ് പർവ്വതത്തിൽ ആര് പാർക്കുമെന്നുള്ള ചോദ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ആരാണ് യഹോവയുടെ പാർക്കുക? ഈ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്, ഉത്തരമല്ല. ആര് പാർക്കും? യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ആര് വസിക്കും എന്നുള്ള, ആര് അവിടെ പാർക്കും എന്നുള്ള ചോദ്യം നമുക്കുണ്ട്. അവിടുത്തെ രണ്ടാമതൊരു ചോദ്യം, അവിടുത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമതൊരു ചോദ്യമാണ് 15-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലൊരു ചോദ്യം നമുക്ക് കാണാനായിട്ട്. യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കുമെന്നുള്ളൊരു ചോദ്യം, യഹോവയുടെ പർവ്വതത്തിൽ ആര് വസിക്കുമെന്നുള്ളൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ്. അതിലൊന്നും ഉത്തരമല്ല, അതെല്ലാം ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അവിടെ എല്ലാം 2 ചോദ്യങ്ങളും ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം ക്വസ്റ്റ്യൻ മാർക്കുള്ളതായിട്ട് നമുക്ക് ചോദ്യമാണ്, ഉത്തരമല്ല. അവിടെ ആര് പാർക്കും? യഹോവയുടെ പർവ്വതത്തിൽ ആര് പാർക്കും? യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? 2 ചോദ്യം. മൂന്നാമതൊരു ചോദ്യമുണ്ട്. യെശയ്യാപ്രവചൻ്റെ പുസ്തകത്തിലാണ് കിടക്കുന്നത്. യെശയ്യാപ്രവചൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട്. അവിടെയും ഇങ്ങനൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: സിയോനിലെ പാവികൾ പേടിക്കുന്നു, പക്ഷലന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നതാണ്. നിത്യദഹനങ്ങളായിരിക്കുന്ന, ദഹിപ്പിക്കുന്ന തീയായിരിക്കുന്ന, അഗ്നിയായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ആര് പാർക്കുമെന്നാണ് അവിടെ ചോദ്യം. ആരാണ് ദൈവത്തിൻ്റെ അടുക്കൽ? തീയായിരിക്കുന്ന, അഗ്നിയായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ പാർക്കണമെന്നാണ്. അതാര് പാർക്കുമെന്നൊരു ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിച്ചിരിക്കുക. ആരാണ് പാർക്കുന്നത്? തീയായിരിക്കുന്ന, അഗ്നിയായിരിക്കുന്ന ദൈവത്തിൻ്റെ ആര് പാർക്കും? ചോദ്യം. എന്നിട്ട് അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? സിയോനിലെ പാവികൾ പേടിക്കുന്നു, പക്ഷലന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യതയുടെ അടുക്കൽ പാർക്കും എന്നുള്ള ചോദ്യം നമുക്കവിടെ ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ആരാണ് പാർക്കുന്നത്? ആരാണ് നിത്യമായി ദൈവത്തിൻ്റെ അടുക്കൽ പാർക്കുക? ആരാണ് തീയായിരിക്കും ദൈവത്തിൻ്റെ അടുക്കൽ പാർക്കുക? എല്ലാവരും അല്ല. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ: സിയോനിലെ പാവികൾ പേടിക്കുന്നു, സിയോൻകാർ ഭയപ്പെട്ടു എന്നുള്ള. സിയോൻകാരാണ്. ആരാണ് സിയോൻകാർ എന്ന് നമുക്ക് വായിക്കാൻ പഠിക്കാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ വഴികൾ നടക്കുന്നവനാണ് സിയോൻകാരെന്ന് നമുക്കറിയാം. പ്രാർത്ഥിക്കുന്നവരാണ് സിയോൻകാരെന്നറിയാം. യോഗത്തിന് പോകുന്നവരാണ് സിയോൻകാരെന്നറിയാം. കർത്താവ് ക്രൂശ് ലക്ഷ്യമാക്കി, സ്വർഗ്ഗ ലക്ഷ്യമാക്കി പോകുന്നവരാണ് സിയോൻകാരെന്നറിയാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും സിയോൻകാർ ആരാണ് എന്ന് ചോദിച്ചാൽ, പള്ളി പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സുവിശേഷത്തിന് പോകുന്നവരാണ്, സുവിശേഷം പറയുന്നവരാണ്, ദൈവവചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്, സുവിശേഷ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, പള്ളിയുമായിട്ടും ആരാധനയുമായിട്ട് നിൽക്കുന്നവരാണ് സിയോൻകാരെന്ന് നമുക്കറിയാം. അങ്ങനെ നിൽക്കുന്ന അവരെന്തിനാണ് ഭയപ്പെടുന്നത്? പള്ളി പോകുന്നവർ എന്തിനാണ് ഭയപ്പെടുന്നത്? യോഗത്തിന് പോകുന്നവർ എന്തിനാണ് ഭയപ്പെടുന്നത്? സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവർ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവത്തെ നോക്കി ലക്ഷ്യമാക്കി പോകുന്നവർ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. സിയോന്മാർ ഭയപ്പെടാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഒരുക്കമില്ല എന്നുള്ളതാണ്. എന്താണ് ഒരുങ്ങേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരുക്കമുണ്ട്, അവർക്ക് അറിവുണ്ട്, ബുദ്ധിയുണ്ട്, വേഗമുണ്ട്, അവർക്ക് കാര്യങ്ങൾ നന്നായി അറിയാം, വചനത്തെക്കുറിച്ച് നിശ്ചയമുണ്ട്. പക്ഷേ ഒരുങ്ങാൻ അവർക്ക് മനസ്സില്ല. അവരിഷ്ടം പോലെ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം, തന്നിഷ്ടം പോലെ ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് ഭയമാണ്. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയമാണ്. അവർക്ക് ജീവിതത്തിൽ ഭയം ഇല്ലാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവ് മാറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയപ്പെടാൻ, സിയോൻകാർ ഭയപ്പെടാൻ കാരണം ജീവിതത്തിൽ അവർക്ക് ആരാണ് ഭയപ്പെടുക? ഒരുങ്ങിയവരാണ്, ഒരുങ്ങാത്തവരാണ് ഭയപ്പെടുക. നമുക്കറിയാം, നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് മുഴുവനഞ്ചലിൻ്റെ സ്വഭാവമാണ്. എന്താണ് മുഴുവനഞ്ചലിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാകും.
മുടിമണിഞ്ഞൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ പിള്ളേർക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രായമുള്ളവർക്കൊക്കെ അറിയാം മുടിമഞ്ഞൽ എന്താണെന്ന്. മുടിമണിഞ്ഞൽ എന്ന് പറയുന്നത് ഒരു മത്സ്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ തല പാമ്പിൻ്റെ കൂട്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മത്സ്യത്തിൻ്റെ കൂട്ടുമായിരിക്കുന്നത് നമുക്ക് അറിയാം. ഈ മത്സ്യത്തിൻ്റെ കൂട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ഈ മത്സ്യം വഴിക്കൂടെ പോകുമ്പോൾ ആ വെള്ളത്തിൽ കൂടെ എഴഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു മത്സ്യത്തിൻ്റെ കൂട്ടായ്മ കാണുമ്പോൾ അവനവിടെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കൂട്ടായ്മയാണ്, മത്സ്യത്തിൻ്റെ കൂട്ടായ്മയാണ്. അവിടെ എല്ലാം കാണുമ്പോൾ അവൻ ആ കൂട്ടത്തിൽ കയറും. അതിൻ്റെ അകത്ത് മത്സ്യത്തിൻ്റെ പാല് മാത്രം കാണിച്ചു കൊടുത്തിട്ട് പറയും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണെന്ന് പറയുകയും ആ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നിൽക്കുകയും അതിൻ്റെ നേതാവുകയും അതിനുവേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്ത് അതിൻ്റെ എല്ലാ നേതൃത്വവും വഹിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ സമ്മേളനം പിരിച്ചുവിട്ടു. അവർ വെള്ളത്തിൽ കൂടെ കർത്താവ് ഈ മുഴുവനഞ്ചിൽ പോകുമ്പോൾ അവിടെ പാമ്പിൻ്റെ ഒരു സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നേരെ പാമ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഇവൻ ചെന്നു. പാമ്പിനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടതാണ്, ഞാനും ഒരു പാമ്പാണെന്ന് പറഞ്ഞ് മത്സ്യത്തിൻ്റെ വാൽഭാഗം മാറ്റിവെച്ചിട്ട് തല കയറ്റി വയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ കയറ്റി വെച്ചിട്ട് അവൻ പറയുന്നു ഞാനും പാമ്പാണെന്ന്. ആ സമ്മേളനം തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെയും അതിൻ്റെ കൂടെ നിന്ന് ഭാരവാഹിത്യം എടുക്കുകയും കർത്താവ് അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ട് ആ സമ്മേളനം പിരിച്ചുവിടുന്നത് വരെ അതിൻ്റെ അകത്തുണ്ട്. നമ്മളിങ്ങനെയാണ് ശിവൻകാരാണെന്ന് പറയുമെങ്കിലും രാവിലെ പള്ളി പോകുമെങ്കിലും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമെങ്കിലും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമെങ്കിലും വചന സൂക്ഷിക്ക് പോകുമ്പോഴും വൈകുന്നേരം ഒരു ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജാഥ അതിൽ പോകുകയാണെങ്കിൽ ആ ജാഥയിലും നമ്മൾ കൊടി പിടിക്കാൻ പോകുന്നതായിട്ട് നമുക്കാണ് കാണുന്നത്. രാവിലെയും ഉച്ചയ്ക്കും ദൈവത്തിൻ്റെ കൊടി പിടിച്ചവൻ ഉച്ച കഴിഞ്ഞ് മനുഷ്യരുടെ കൊടി പിടിക്കാൻ പോകുന്നതായിട്ട് കാണാനായിരിക്കും. ദൈവത്തിൻ്റെ കൊടി പിടിക്കുന്നവൻ ദൈവത്തിൻ്റെ കൊടി പിടിക്കട്ടെ, മനുഷ്യരുടെ കൊടി പിടിക്കുന്നവൻ മനുഷ്യരുടെ കൊടി പിടിക്കട്ടെ, ദൈവത്തിൻ്റെ കൊടി പിടിക്കുന്നവൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കട്ടെ, മനുഷ്യരുടെ വഴി നടക്കുന്നവൻ അവൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ സിയോൻകാർ ഭയപ്പെടാനുണ്ടായ കാരണം ജീവിതത്തിൽ ഒരു ക്രമീകരണവുമില്ല എന്നുള്ളതാണ്. സിയോൻകാർ ഭയപ്പെടാനുള്ള കാരണം അവൻ്റെ തന്നിഷ്ടം നടക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല അവൻ്റെ ജീവിതം എന്നുള്ളതാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കർത്താവ് നമ്മൾ 50-ാം സങ്കീർത്തനത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മളെങ്കിലും വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 50-16 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? ഇതാണ് ദൈവം ചോദിക്കുന്നത്. എന്നാൽ ദൈവം ദുഷ്ടനോട് അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ വചനത്തെ എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അവൻ്റെ തൊഴിൽ സുവിശേഷമാണ്, അവൻ പ്രസംഗിക്കുന്നവനാണ്, മറ്റുള്ളവർ ചട്ടം പഠിപ്പിക്കുന്നവനാണ്, ചട്ടമാണ് അവൻ്റെ കയ്യിലുള്ളത്. മറ്റുള്ളവരോട് പറയും നീ ദൈവത്തിൻ്റെ ചട്ടം ഇങ്ങനെയൊക്കെയാണ്, നീ ഇങ്ങനെ അനുസരിച്ച് നടക്കണം, നീ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നുള്ള വളരെ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആളുകളാണ്. അവൻ്റെ പണി സുവിശേഷമാണ്, അവൻ്റെ ചട്ടങ്ങൾ പഠിപ്പിക്കലാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ചട്ടം പഠിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവനെ, സുവിശേഷം പ്രസംഗിക്കുന്നവനെ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവരെ ദൈവമക്കളെന്നും ദാസനെന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ കർത്താവ് ഒരുപാട് നല്ല പേരുകളിട്ടാണ് വിളിക്കുന്നത്. എല്ലാവരെയും നല്ല രീതിയിലാണ് നമ്മൾ പറയുന്നത്, എല്ലാവരെ കുറിച്ചും നല്ലതാണ് പറയുന്നത്, ദൈവദാസൻ എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവദാസൻ എന്ന് നമ്മൾ പൂഴ്ത്തി പറയുന്ന ഈ ദൈവദാസൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദൈവം ഒരു വിളി വിളിക്കുന്നതായിട്ട് കാണാം. ദുഷ്ടദാസ എന്നുള്ള വിളി അവിടെ തുടങ്ങുന്നത്. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ്. അവൻ്റെ പണി എന്താണ്? സുവിശേഷമാണെങ്കിലും അവന് ദൈവം വിളിക്കുന്ന വിളി ദുഷ്ടൻ എന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദുഷ്ടൻ എന്ന വിളിയാണ്. നമ്മൾ നോക്കിയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മൾ നോക്കിയിട്ട് വചനം സൂക്ഷിക്കുന്ന നമ്മൾ നോക്കിയിട്ട് ദൈവവചനമായിട്ട് പോകുന്ന നമ്മൾ നോക്കിയിട്ട് ദൈവം ദുഷ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ഒരു ഫലവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് സ്വർഗ്ഗരാജ്യത്തിൽ നമുക്ക് അവകാശമാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ. ദുഷ്ടദാസ എന്നുള്ള വിളി നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ നല്ല ദാസ എന്നാണ്, എൻ്റെ ആദ്യം മുതലായിരിക്കുന്ന അതിലേക്ക് നിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണും. അവിടെ വേറൊരു ഭാഗത്ത് താഴത്തേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ദുഷ്ടദാസ എന്ന് വിളി കേൾക്കുന്നതായിട്ട് കാണും. നമ്മൾ ദുഷ്ടദാസ എന്നുള്ള വിളിയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം, അവനെ ഇരുളിലേക്ക് തള്ളിക്കളയും എന്നാണ് പറയുന്നത്. നഗരത്തിലേക്ക് തള്ളിക്കളയുക. കർത്താവ് നമ്മൾ അങ്ങനെ ആകാൻ ഇടയാകരുത്. നല്ല ദാസ എന്നുള്ള വിളി കേൾക്കാൻ ഇടയാകണം. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ക്രമപ്പെടുത്താതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മൾ വേറെ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് എങ്കിൽ
നമ്മളെ ദൈവം നോക്കി വിളിക്കുന്നത് ദുഷ്ടദാസ എന്നുള്ള. ഈ വേദപുസ്തകം കൈ പിടിച്ചിട്ട് വേറാത്ത ചിന്തകളാണ് നമ്മുടെ ഉള്ളതെങ്കിൽ, നമ്മൾ പോകുന്ന അരുതാത്ത വഴിയാണെങ്കിൽ, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ഇഷ്ടത്തിനാണ്, ഇതൊരു മറപൊരുളായിട്ട് കൊണ്ടു നടക്കുന്നതാണ് വേദപുസ്തകമെങ്കിൽ, നമ്മളെ വിളിക്കുന്ന വിളിയാണ് ദുഷ്ടൻ എന്നായിരിക്കും നമ്മളെ ദൈവം വിളിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അങ്ങനെയാണ് ഒന്നാമത്തെ ഭാഗം പറയുന്നത്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ചട്ടങ്ങളെ എടുപ്പാൻ, നിയമത്തിലെടുപ്പാൻ നിനക്ക് അത് കാര്യം എന്നിട്ട് പറയുന്നത് നീ ശാസനയെ വെറുത്തു എന്നാണ്. രണ്ടാമത് തുടങ്ങുന്നത് നീ ശാസനയെ വെറുത്തു. ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങൾ നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുള്ളൂ. ശാസനയെ വെറുക്കുക. നമുക്ക് ആർക്കും ശാസന ഇഷ്ടമല്ല, നമ്മളെ ആരും ശാസിക്കുന്നത് ഇഷ്ടമല്ല. ഒരുപാട് സുവിശേഷകർ, പ്രവാചകന്മാർ, ദേവദാസന്മാർ, പുരോഹിതന്മാർ, അഭിഷിക്തന്മാരെല്ലാം നമ്മൾ ഒരുപാട് ശാസിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പോയാൽ വരാം, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഇത് തെറ്റാണ്, ഇത് നിങ്ങൾ നടപ്പ് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമ്മൾക്ക് കേൾക്കാൻ മനസ്സില്ലാതെ നമ്മൾ പഴയപടി തന്നെ നടക്കുകയും വേദപുസ്തകം കൊണ്ട് നടക്കുകയും പ്രാർത്ഥിക്കാൻ പോവുകയും പ്രസംഗിക്കാൻ പോവുകയും ഒക്കെ നമ്മൾ വചനം കേൾക്കാത്തതുകൊണ്ടല്ല, നമുക്കറിവില്ലാത്തതുകൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിപ്പാൻ തക്കവണ്ണം നമ്മളായിരിക്കുന്നതുകൊണ്ടാണ്, നമുക്കത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തെ പിറകിലെറിയാനുണ്ടാകുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ശാസനയെ വെറുത്തിട്ട് അവനെന്ത് ചെയ്യുന്നു? വചനങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. ശാസനയെ വെറുത്തു, വചനങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് ദൈവവചനം നമുക്ക് അവിടെ പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ശാസനയെ വെറുത്തിയിട്ട് എന്ത് കഴിയും? ദൈവവചനം പിറകിലേറി. എപ്പോഴാണ് ദൈവവചനം നമ്മൾ പിറകിലേറിയുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയും. എപ്പോഴാണ് ദൈവവചനം പിറകിലേറിയുന്നത്? നമ്മൾ വഴക്ക് കൂടുമ്പോൾ, ഭാര്യയായിട്ട് വഴക്ക് കൂടുമ്പോൾ, ഭർത്താവായിട്ട് വഴക്ക് കൂടുമ്പോൾ, മക്കളായിട്ട് വഴക്ക് കൂടുമ്പോൾ, സഹോദരങ്ങളായിട്ട് വഴക്കൂടുമ്പോൾ, മാതാപിതാക്കളായിട്ട് വഴക്കൂടുമ്പോൾ, അയൽക്കാരായിട്ട് വഴക്കുമ്പോൾ, ചേട്ടനെയായിട്ട് വഴക്കുമ്പോൾ, കൂട്ടായ്മയിൽ വഴക്കുണ്ടാക്കുമ്പോൾ, നമ്മൾ അനേക സ്ഥലത്ത് വഴക്കുണ്ടാക്കുമ്പോൾ, നമ്മുടെ ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെന്ന് നമുക്ക് കണ്ടിട്ട് കഴിയും. ഇതൊക്കെ വായിൽ വരുന്നതെല്ലാം നമ്മൾ വിളിച്ചു പറയും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. എന്നിട്ട് വചനത്തെ ആ സമയത്ത് നമ്മുടെ മുമ്പിലില്ല. എപ്പോഴും നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ വായിലും നിൻ്റെ മുമ്പിലും വചനം ഇരിക്കണമെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ആ സമയത്ത് മറന്നുപോയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുകയാണ്, നമ്മുടെ ഇഷ്ടം പോലെ പറയുകയാണ്. എന്നിട്ട് പക തീരാത്തതുകൊണ്ട് നമ്മളുള്ളിൽ ഒരു ചിന്തകൾ പറയും, അന്ന് അവൾ എന്നോട് പറഞ്ഞതിന് ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ, ഇനി പറയുമ്പോൾ വേണം, ഇനി വഴക്ക് കൂടുമ്പോൾ വേണം, അതുകൊണ്ട് വിളിച്ചു പറയാനുള്ള ചിന്തയാണ് വീണ്ടും നമ്മൾ വഹിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയി എന്നുള്ള ചിന്തയല്ല, അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞത് പോരാമെന്നുള്ള, കുറവായിപ്പോയി എന്നുള്ള ചിന്തയാണ് നമ്മൾ വധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിഷയം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നീ എൻ്റെ വചനങ്ങളെ പുറകിലെറിഞ്ഞ് കളയുന്നു. നമ്മൾ വചനത്തെ പുറകിലെറിയുന്നവരല്ല, ഹൃദയത്തിൽ വെക്കേണ്ടവരാണ്, മുമ്പിൽ വെക്കുന്നവരാണ്. നമ്മൾ വഴക്ക് കൂടാൻ നോക്കുമ്പോൾ, കർത്താവ് നമ്മൾ മറ്റുള്ള ചീത്ത പറയാൻ നോക്കുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ എപ്പോഴും ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നമ്മളെ മതിച്ചില്ല എങ്കിൽ ദൈവം നമ്മൾ ദുഷ്ടദാസി എന്നുള്ള വിളിയായിരിക്കും കിട്ടുന്നത്. ഒന്ന് പറഞ്ഞു, വചനത്തെ പിറകിൽ എറിഞ്ഞു കളയരുത്, നിൻ്റെ വചനത്തെ എപ്പോഴും എൻ്റെ നാവിൽ ഇരിക്കുന്ന. എന്നിട്ട് അവിടെ വീണ്ടും പറയാം, ഒഴിവഞ്ചലുടെ സ്വഭാവം എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. വീണ്ടും പറയാം, നീ കള്ളനെ കണ്ടാൽ അവനോട് പങ്കുകൂടുന്നു. എവിടെയാണെങ്കിലും, ഏത് കൂട്ടത്തിലാണെങ്കിലും, കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏത് കൂട്ടമാണെങ്കിലും നമുക്ക് ലാഭം കിട്ടുമെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളുണ്ട്. അത് ദൈവഹിതമാണോ, ദൈവത്തിന് ചേർന്നതാണോ, അതെനിക്ക് വാങ്ങിക്കാൻ കൊള്ളാവോ, അത് എടുക്കാൻ പറ്റുമോ, അവർ കട്ടുകൊണ്ടെന്നാണോ, ഇതിനോട് ചേർന്നാൽ പറ്റുമോ, ഈ ഒരു ചിന്തയൊന്നും നമ്മൾ ഒരിക്കലും അത് മതിക്കാറില്ല. ആ സമയത്തൊക്കെ നമ്മൾ അത് കിട്ടുന്നത് വാങ്ങിക്കാൻ, അതിനോട് പങ്കുകൂടാൻ, അതിനെ ഒതുക്കാൻ, അതിനോട് ചേർന്ന് നിൽപ്പാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വേറൊരു കാര്യം. കള്ളനെ കണ്ടാൽ നീ അവനോട് പങ്കുകൂടുന്നു. നമ്മൾ കള്ളനോട് പങ്കുകൂടുന്നവരായിട്ടല്ല, അത് നമുക്ക് ഹിതമല്ലാത്തതാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തക്കോണം നമുക്കിടയാകണം. നമുക്ക് എൻ്റെ വായിലിരിക്കണം. കർത്താവിസ്തോത്രം, കർത്താവിൻ്റെ നാമം അതിലൂടെയും മുഖത്ത് കൊടുക്കാൻ തക്കണം ഞങ്ങൾ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം എപ്പോഴും മുമ്പിലിരിക്കേണ്ടതാണ്, പുറകിൽ തള്ളിക്കളയേണ്ടതല്ല എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി കള്ളനെ കണ്ടാൽ കള്ളനോടുകൂടെ പങ്കുകൂടാതെ, ദുഷ്ടനോട് പങ്കുകൂടാതെ ഇരിപ്പാൻ തക്കണം നമുക്കിടയാകണം. മൂന്നാമത് നമ്മൾ ഒന്ന് തിരുവചനം ഘോഷിക്കുമ്പോൾ ദുഷ്ടാന്ന് വിളിക്കുന്നു, രണ്ടാമത് നമുക്ക് വചനം പുറകിൽ എറിഞ്ഞു കളയുന്നു, മൂന്നാമത് കള്ളനോട് പങ്കുകൂടുന്നു, വ്യഭിചാരിയോട് പങ്കുകൂടുന്നു. കിട്ടുന്ന സന്ദർഭം ഒന്നും ഒഴിവാക്കാതെ ഞാൻ ദൈവവേദലാണ്, എൻ്റെ കാണപ്പെടുന്നത് സഹോദരനും സഹോദരിയാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ നമ്മൾക്ക് സൗകര്യമുണ്ടെങ്കിൽ, സൗകര്യം ഒത്താൽ അതിൻ്റെ പങ്കും ഷെയറും കൂടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നീ വ്യഭിചാരിയോട് പങ്കുകൂടുന്നു, ദൈവം നമ്മളോട് പറയുക, എന്നിട്ട് നീ വചനത്തിന് മുമ്പിലാണെന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പം നീ അവിടെ കഴിയുമ്പോൾ കർത്താവേ സ്തോത്രം, വ്യഭിചാരഭാവമാണ്
ഏറ്റവും വലിയ പാവങ്ങളിലൊരു പാവമാണെന്നുള്ള ബോധ്യത്തോടെ അതിൽ നിന്ന് ഒഴിവായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതിന് പകരം അതിനോട് പങ്കുകൂടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. താഴത്തേക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എല്ലാം വിവരിക്കാൻ സമയമില്ലല്ലോ. അവസാനം പറയുകയാണ്, നിൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരനോട് വഴക്ക് കൂടുന്നു. സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കള്ളനാണെന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, നീ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സേവിക്കുക എന്ന് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ, കാണപ്പെടുന്ന സഹോദരനെക്കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞ് അവനെക്കുറിച്ച് വഴക്കുണ്ടാക്കി അവന് കിട്ടുന്ന സമയത്ത് അവനോട് എന്തൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നീ സഹോദരനോട് സ്നേഹമുണ്ടോ, സഹോദര സ്നേഹമുള്ളവനാണോ, നീ സഹോദരനെക്കുറിച്ച് കുറ്റം പറയുന്നവനാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ സന്ദർഭം ഇടയാകട്ടെ. കാരണം നമുക്കറിയാം, കർത്താവ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ദൈവം മിണ്ടാതിരിക്കുക. അപ്പോൾ നമ്മുടെ വിചാരം എന്താ, ദൈവത്തെ കാണുന്നില്ല, ദൈവത്തിന് അറിയില്ലെന്നാ. അങ്ങനെയാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ചെയ്യുക. ഇതിപ്പോൾ കൃപായുഗമായതുകൊണ്ട്, ഇത് ഇപ്പോൾ ശിക്ഷയ്ക്ക് എന്ത് തെറ്റ് ചെയ്താലും അപ്പോൾ തന്നെ ശിക്ഷ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും അതിന് പ്രചോദനം നമുക്ക് ലഭിക്കുക. പണ്ടൊക്കെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മരണത്തിന് മരം, കൊലയ്ക്ക് കൊല, ഇങ്ങനെയുള്ള നിയമമായിരുന്നെങ്കിൽ ഇപ്പോൾ കൃപയോഗമായതുകൊണ്ട് ഇതൊന്നും അപ്പോൾ തന്നെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്നിട്ട് കർത്താവ് പറയാം, നീ ചെയ്തത്, നീ സഹോദരൻ ചെയ്തത്, സഹോദരി ചെയ്തത്, നീ വചനം സൂക്ഷിപ്പ് ചെയ്തപ്പോൾ, നീ കള്ളനോട് കൂടിയത്, നീ വ്യഭിചാരിയോട് പങ്കുകൂടിയത് എല്ലാം ഞാൻ ഒരു ദിവസം നിൻ്റെ കൺമുമ്പിൽ നിരത്തി വെച്ച് ഞാൻ നിന്നോട് ചോദിക്കും. അതെന്നാണെന്ന് വെച്ചാൽ ന്യായവിധി ദിവസത്തിൽ നീ ചെയ്തതെല്ലാം ഒരു ദിവസം ആ ന്യായവിധി ദിവസത്തിൽ നിന്നോട് ചോദിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം ചെയ്യും. എന്താണ് ചോദിക്കുന്നത്? ഇത് ചെയ്തെല്ലാം നിരത്തി വെച്ചിട്ട്, നീ വ്യഭിചാരപാപം ചെയ്തില്ലേ, നീ മോഷ്ടിക്കാൻ പങ്കുകൂടിയില്ലേ, നിൻ്റെ സഹോദരന് വിരോധമായി ചെയ്തിട്ടില്ലേ, നീ എൻ്റെ വചനം എടുത്തിട്ട് ആ വചനം മുമ്പിലാണോ നിൻ്റെ പുറകിലാണോ ഇരുന്ന് നീ എറിഞ്ഞു കളഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ നീ ഉണ്ടായിട്ടില്ലേ? നീ വചനം സൂക്ഷിക്കുമ്പോൾ ദൈവനാമ മുഖത്തിനായിട്ടാണോ, അത് നിൻ്റെ സാർത്ഥതയ്ക്ക് വേണ്ടിയാണോ നീ വചനം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം പറയാനായിട്ടില്ല എങ്കിൽ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അവർ ഭയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരുക്കമില്ല എന്നുള്ളതാണ്. ഒരുക്കമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഭയം. ഒരുങ്ങിയവർക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് നമുക്ക് കാണാനറിയാം. നമുക്കറിയാം, നമ്മൾ മരണത്തെ നമ്മൾ ആരോട് ചോദിച്ചാലും മരണത്തെ എല്ലാവർക്കും ഭയമാണ്. കാരണം ജീവിതത്തിൽ കൊതി തീർന്നിട്ടില്ല. എന്താണ് ഭയപ്പെടാൻ കാരണം? മരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മരിച്ചാൽ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് സാധാരണക്കാരന് സുവിശേഷം കേൾക്കാൻ പോകുന്ന ആളുകൾക്കൊന്നും ചിന്തയില്ല. അവർക്കെല്ലാം ഭൗതിക നന്മകളാണ് ഉള്ളതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം. നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെ നിൻ്റെ ഹൃദയം ഇരിക്കുന്നു. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിൻ്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ഭൂമിയിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും മരിക്കാനോ മാറ്റപ്പെടാനോ ഇഷ്ടമല്ല. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ എപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല, കാരണം നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെല്ലാം നിക്ഷേപം സ്വർഗത്തിലുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ഭയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുക. 90 വയസ്സായ ഒരു അമ്മച്ചിയോട് പറഞ്ഞു, 60 വയസ്സുള്ള സഹോദരി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, അവൾക്കൊക്കെ മരിക്കാൻ പ്രായമായിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. 90 വയസ്സ് കഴിഞ്ഞ അമ്മച്ചിക്ക് പ്രായമായിട്ടില്ല എന്ന് അമ്മച്ചിയുടെ വിചാരം. 60 വയസ്സായിരിക്കും മരിക്കാൻ പ്രായമായി എന്നാണ് അമ്മച്ചിയുടെ വിചാരം. കാരണം നമ്മൾ മരിക്കില്ല, മറ്റുള്ളവർ മരിക്കുകയുള്ളൂ എന്ന് നമ്മുടെ വിചാരമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കമില്ല. മരിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുങ്ങി ജീവിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമുണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഈ കൊതുകിന് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണെന്ന് നമുക്കറിയാം. കൊതുകിന് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ആർക്കും ഇഷ്ടമല്ല സാധനമാണ്. നമ്മളൊരു കൊതുക് ബാറ്റ് മേടിച്ച് ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ചാർജ് ഒക്കെ ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഒരു കൊതുക് വരുന്നത് നമ്മൾ കാണുകയും അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, നമ്മളൊരു കൊതുക് ബാറ്റ് വാങ്ങിച്ചല്ലോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോയി കൊതുക് ബാറ്റ് എടുത്തിട്ട് ആ കൊതുകിനെ നമ്മൾ പിടിക്കും. ബാറ്റ് കൊണ്ട് പിടിക്കുമ്പോൾ അത് പൊട്ടുന്ന നല്ല സൗണ്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷവും സമാധാനമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാശ് കൊടുത്ത് നഷ്ടമായില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മൾ മതിക്കുമ്പോൾ, നമ്മൾ ആ ബാറ്റുമായിട്ട് വേറെ പള്ളിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം കൊതുക് വരണമെന്നാണോ, കൊതുക് വരണ്ട എന്നാണോ? ഇഷ്ടമില്ലാത്ത കൊതുകാണെങ്കിലും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ബാറ്റുണ്ട്, അതിനെ കൊല്ലാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പിന്നെ കൊതുകിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? നമ്മൾ പേടിക്കാൻ കാരണം നമ്മൾ മരണത്തെക്കുറിച്ച് ഭയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമില്ല എന്നുള്ളതാണ് നമുക്ക് ഭയപ്പെടാനുണ്ടായ കാരണം. ഒരുങ്ങിയിരിക്കുന്നവന് ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരുങ്ങാത്തവന് ഭയപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട്. സീൻകാർ ഭയപ്പെടാൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുക്കമില്ല എന്നുള്ളതാണ്. മരണത്തെ ഭയപ്പെടാൻ കാരണം. മൂന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, അവർ തീയായിരിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലാണ് പാർക്കേണ്ടതെന്നുള്ള ബോധ്യം അവർക്ക് നന്നായി ഉണ്ട്. കാരണം നമുക്കറിയാം, അഗ്നിയായിരിക്കുന്ന തീയായിരിക്കുന്ന അടുക്കൽ
അവിടെ പാർക്കണമെങ്കിൽ അതിന് തക്ക ഒരുക്കം ആയിരിക്കണമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരുക്കം എന്താണെന്ന് നമുക്കറിയാം. തീയായിരിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ പാർക്കണമെങ്കിൽ അതിനൊക്കെയുള്ള ഒരുക്കം നമ്മൾ പ്രാപിച്ചില്ലേ കത്തിപ്പോകുന്ന. നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആയിരങ്ങളും പതിനായിരമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് തൃത്വങ്ങളെ സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് തൃത്വങ്ങളെ സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ എന്നാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും എന്ന് പറഞ്ഞാൽ അഗ്നിമാന്മാരാണ്. ആരാണ് അഗ്നിമാൻ എന്ന് വെച്ചാൽ തീയായിരിക്കുന്ന മാലാഖമാരോട് ഒരുമിച്ച് നിന്നിട്ടാണ് തൃത്വത്തെ നമ്മൾ സ്തുതി പാടേണ്ടതെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പക്ഷേ അത് തീയെ ജയിക്കാൻ തക്കോണം അഗ്നിമാന്മാരോട് കൊടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ കത്തിപ്പോകാൻ തക്കോണം ആണ്. അതുകൊണ്ട് ഒരുക്കം പ്രാപിച്ചിട്ടില്ല. അവർ കത്തിപ്പോകുന്നുള്ള ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് സിയോൻകാർ ഭയപ്പെടാനുള്ള കാരണം നമുക്കറിയാം. സിയോൻകാർ ഭയപ്പെട്ടതിൻ്റെ കാരണം അവർ ഒരുക്കമില്ല എന്നുള്ളതാണ്. തീയുടെ അടുക്കൽ പോകുമ്പോൾ കത്തിപ്പോകും എന്നുള്ളതാണ് അവർ ഭയപ്പെടാൻ കാരണം. സിയോൻകാർ ഒരുക്കമുള്ളവരായിരുന്നില്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമുണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സിയോൻകാരുടെ ഒരുക്കം കുറവ് അവർ ഭയപ്പെടാൻ കാരണം എന്ന് നമുക്ക് കാണാൻ. സിയോൻകാർ തീയായിരിക്കുന്ന അഗ്നിയായിട്ട് നമ്മൾ കോരിന്ത്യ ലേഖനം എൻ്റെ 10 മുതൽ എൻ്റെ വായിക്കുന്നു. കോരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ദൈവകൃത്വമാണ് പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരു മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുന്നതല്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും വെള്ളി, പൊന്ന്, വിലയേറി കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ ആ ദിവസം അത് തെളിവായി വരും, അത് തീയോടെ വെളിപ്പെട്ട് വരുമെന്ന് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. അത് തീയോടെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിയെല്ലാം അത് തീയോട് കൂടി കയറ്റി ശോധന ചെയ്യുമെന്ന് നമുക്കവിടെ അറിയാനായിട്ട് കഴിയും. ആ ശോധന കയറ്റുമ്പോൾ നമ്മൾ പണിതത് അത് വെന്തു പോകുന്ന പണിയാണെങ്കിൽ അവിടെ കർത്താവ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം എന്നാണ് അവിടെ പൗലോസ്ലീഹ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ എന്തൊക്കെ വെച്ച് പണിയാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അവിടെ പണിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊന്ന്, വെള്ളി, വിലയേറി കല്ല്, മരം, പുല്ല് എന്നിവ കൊണ്ട് പണിയാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഈ പണിയുന്ന പണി ഒരു ദിവസം അത് തീയിൽ കൂടെ കയറ്റിവിടുമെന്ന്, ന്യായവിധിയിൽ തീയിൽ കൂടെ കയറ്റിവിടുമെന്ന് നമുക്ക് പഠിപ്പിക്കുന്നു. അത് ആദ്യത്തെ 3 കൂട്ടത്തെ നമുക്ക് ഒരു ഭാഗമായിട്ടും രണ്ടാമത്തെ 3 കൂട്ടത്തെ വേറൊരു ഭാഗമായിട്ടും തിരിക്കാം. അത് തീയിൽ കൂടെ കടത്തി വിടുമ്പോൾ പൊന്ന്, വെള്ളി, വിലയേറി കല്ല് തീയിലാണെങ്കിൽ തീയിൽ കത്തിയെങ്കിലും അത് ഉരുകിപ്പോയാലും അതിനെ വീണ്ടും പണിത് അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് അതിനായിട്ട് കഴിയും. അതിപ്പോൾ രണ്ടാമത്തെ കൂട്ടം മരം, പുല്ലും, വൈക്കോലുമാണ്. അവ പണിയുന്നുവെങ്കിൽ അത് വെച്ചാണ് നമ്മൾ പണിയണമെങ്കിൽ ആ തീക്കട കയറ്റുമ്പോൾ ആ കത്തിപ്പോകും, അത് ചാരമായി തീരുമെന്നും ആ ചാരമായതിനെ വീണ്ടും പണിയാൻ മരോ പുല്ലോ വൈക്കോലോ ആക്കാൻ കഴിയില്ലാത്തതെന്നും നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അവർ ഭയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ തീയിലാണ്, അവർ തീയുടെ അടുക്കിലുമാണ് പോകേണ്ടത്, തീയോട് ചേർന്നാണ് നിൽക്കേണ്ടതെന്നുള്ള ബോധ്യം അവർ മതിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഭയപ്പെടാനുണ്ടായ കാരണം. സിയോൻകാർ ഭയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ സിയോൻകാർ ഭയപ്പെടാനുണ്ടായ കാരണം തീയെ ജയിക്കാൻ തക്കവണ്ണം കൃപ ഭൂമിയിലായിരിക്കുമ്പോൾ അവർ പ്രാപിക്കേണ്ടതുണ്ട്, അതവർ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് സിയോൻകാർ ഭയപ്പെടാനുണ്ടായ കാരണമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളാണ് ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ദാവീദിൻ്റെ 3 ആഗ്രഹമാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണ് 3 ആഗ്രഹം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആഗ്രഹം അവന് മനോഹരത്വം കാണണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ആഗ്രഹം മനോഹരം കണ്ടാൽ പോരാ, കണ്ടുകൊണ്ട് ആരാധിക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ ആഗ്രഹം കണ്ടുകൊണ്ട് ആരാധിച്ച പോരാ, നിത്യം അവൻ്റെ ആലയത്തിൽ പാർത്ത് അവനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ്. ആര് പോകുമെന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. 3 ചോദ്യം ചോദിച്ചു. ഒന്ന് 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ് ചോദിച്ചത്, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവിടെ ഒരു വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചത്, സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം വാക്യമാണ്, യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും, അതിൻ്റെ പർവ്വതത്തിൽ ആര് വസിക്കും എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്, സിയോനിലെ പാപികൾ പേടിക്കുന്നു, പക്ഷികളാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു, നമ്മിൽ ആർ തീയിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ നിത്യദൈവങ്ങളുടെ അടുക്കൽ പാർക്കും എന്ന് അവർ ചോദിച്ചു നിൽക്കുന്ന 3 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അവർ സിയോനുകൾ പാവി പേടിച്ചത് എന്തുകൊണ്ടാണെന്ന്, അവരെന്തുകൊണ്ടാണ് പേടിക്കാനുണ്ടായ കാരണം എന്നുമാണ് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് തീർന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമില്ല എങ്കിൽ കർത്താവിൽ നമ്മൾ ഭയപ്പെടേണ്ടി വരും. ഒരുങ്ങി നിൽക്കുന്നവർക്ക് എപ്പം മരിച്ചാലും, ഏത് പ്രായത്തിൽ മരിച്ചാലും, എങ്ങനെ മരിച്ചാലും നമുക്കൊരു ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ മറ്റെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല, മക്കളെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല, തലമുറയെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലെ അപ്പനോടുകൂടി വസിക്കാൻ തക്കണം ഒരുങ്ങിയിരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് ജീവിപ്പാൻ അതിനുള്ള കൃപ ലഭിക്കും. അത് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുള്ള വിശുദ്ധി പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും ദൈവം ഇടതരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൊടുത്തുന്നു. ദൈവനാമം ഞങ്ങളോട് ബോധപ്പെടുക ഇടയാണ് പ്രാർത്ഥിക്കും. യേശുനാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് തിരുവചനാഗ്നി ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയേറിയ ദാസൻ ബേബി ബ്രദറിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്
ശ്രേഷ്ഠമായ തോത് നമുക്ക് നൽകി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവമക്കളെ, കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ 10, 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ സ്വർഗരാജ്യത്തിന് നാം ഓരോരുത്തരും അവകാശികളായി തീരാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, നിറഞ്ഞ വേദികൾ ഇനിയും മകന് കിട്ടാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോ നിത ദമ്പതികളാണ്. അവരിപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. 2 പേർക്കും പെർമനൻ്റായിട്ട് ജോലി ലഭിക്കാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള സകല മക്കളെയും കൂടാതെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്ത മക്കളെ ആ മക്കളുടെ നല്ല ആവശ്യങ്ങളെ അവിടെ അളവില്ലാതെ അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞാണ് അവർക്ക് ദൈവം നൽകിയിട്ടുള്ളത്. ഇനിയും കുഞ്ഞുങ്ങളെ ദാനമായി നൽകാനായി നമുക്ക് ദൈവസന്നിധിയിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒക്ടോബർ 9-ാം തീയതി ആന്തരിക സൗഖ്യധ്യാനം ആരംഭിക്കുകയാണ്. 9-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്നു. ദൈവമക്കൾ കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഉച്ചവരെ ധ്യാനമുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്നു. അതുപോലെ തിരുവചന ധ്യാനം ഇന്ന് വൈകുന്നേരം അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുകയാണ്. 7:30 മുതൽ ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം യൂട്യൂബിലുണ്ട്. എല്ലാ ശുശ്രൂഷകളിലും പങ്കാളികളാകുന്ന കുറേ മക്കളുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് എല്ലാവരും ഇതിൽ പങ്കാളികളാകാനായി, ധാരാളം മക്കൾ പങ്കാളികളാകാനായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.